ബീച്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷക കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്, ഇത് എത്ര മണിക്കൂർ നീണ്ടു നിൽക്കും? ഈ അഭ്യാസ പ്രകടനങ്ങൾ എത്ര മണിക്കൂർ നീണ്ടു നിൽക്കും? മാത്രമല്ല, തിരുവനന്തപുരം മുഴുവനായും ശംഖുമുഖത്തേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ്. എല്ലാ റോഡുകളും തുറക്കുന്നത് ശംഖുമുഖത്തേക്ക് ആണ്. വലിയ പബ്ലിസിറ്റിയാണ് ഈ നാവികസേന ദിനാഘോഷത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൽ അവിടെ കൂടി നിൽക്കുന്നവരെ ആകർഷിക്കുന്ന, ഹഠാത് ആകർഷിക്കുന്ന പ്രത്യേക പ്രകടനങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത് മോഹനൻ. അനിൽ, ഇന്ന് ഓരോ പ്രകടനവും അത് എല്ലാം ശ്രദ്ധേയമായിരിക്കുമെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതാ എനിക്ക് മുന്നിലൂടെ നമ്മുടെ ക്യാമറയിൽ കാണുന്ന ഈ ഒഴുകി നീങ്ങുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ആക്രമണകാരിയായിട്ടുള്ള, നശീകാരികളായിട്ടുള്ള യുദ്ധക്കപ്പലുകളിലൊന്നാണ് INS കൊൽക്കത്ത ക്ലാസിൽ ഭാരതം തന്നെ നിർമ്മിച്ച, ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ, തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും കരുത്തുറ്റ ഡിസ്ട്രോയർ ഷിപ്പുകളിലൊന്ന് INS കൊൽക്കത്ത ക്ലാസിൻ്റെ ഫ്ലാഗ്ഷിപ്പായി നിൽക്കുന്ന INS കൊൽക്കത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഈ രാഷ്ട്രപതിക്ക് ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ രാഷ്ട്രപതി ഈ ശംഖുമുഖത്തെ പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഈ നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള ഓപ്പറേഷൻ ഡെവോ അത് ആരംഭിക്കുക. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് നമുക്ക് ഓരോന്നും വിശദമായി തന്നെ പറഞ്ഞു പോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ ഘട്ടം എന്നുള്ളത് MH-60R ഹെലികോപ്റ്ററുകളുടെ, നാവികസേനയുടെ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള MH-60R ഹെലികോപ്റ്ററുകളുടെ ഉപയോഗിച്ചുള്ള ഒരു ആകാശ പ്രകടനമുണ്ട്. അത് രാഷ്ട്രപതിക്ക് ഒരു സല്യൂട്ട് നൽകുന്നത് പോലെയാണ് അതിൻ്റെ വിന്യാസം ഉണ്ടാകുക. ആ സല്യൂട്ടോടെയാണ് ഈ ഓപ്പറേഷൻ ഡെവോയുടെ തുടക്കം എന്നുള്ളത്. പിന്നീട് MH-60Rന് ശേഷം ഇന്ത്യൻ നേവിയുടെ തന്നെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ രാഷ്ട്രപതിക്ക് ഈ പറയുന്ന രീതിയിൽ സല്യൂട്ട് നൽകും. അത് സല്യൂട്ട് ഫയറുകൾ നൽകും. Ladies and gentlemen, draw your attention towards the screen. The Honorable President will review the guard now.
നാവികസേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. തിരുവനന്തപുരം ശംഖുമുഖത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാവികസേന ദിനാഘോഷത്തിന് മുന്നോടിയായി സൈന്യത്തിൻ്റെ ശക്തി പ്രകടനത്തിന് ശംഖുമുഖം അല്പസമയത്തിനകം സാക്ഷിയാകും. വൻ ജനാവലിയാണ് സൈന്യത്തിൻ്റെ അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ ശംഖുമുഖത്തേക്ക് എത്തുന്നത്. പ്രജിത്ത് മോഹനിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, ഈ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി ശംഖുമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലെത്തും. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? അനിൽ, സമയം ഇപ്പോൾ ക്രമീകരണങ്ങൾക്ക് അതിനനുസരിച്ച് പോവുകയാണ്. നേരത്തെ നൽകിയൊരു നമുക്ക് ആദ്യഘട്ടത്തിൽ ഡിഫൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന്, പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയൊരു അറിവ് അനുസരിച്ച് ഏതാണ്ട് 6:57 പ്രസിഡന്റ് മടങ്ങിപ്പോകും എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ലഭ്യമായിരുന്ന ഒരു വിവരം. അപ്പോൾ അതിന് മുന്നോടിയായി ഈ പറയുന്ന രീതിയിൽ ഒരു 6:38 ഈ ഓപ്പറേഷൻ ഡെമോ അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് ഓരോ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇന്നിനി ഇവിടെ ഈ ഓപ്പറേഷൻ ഡെമോയുടെ ഭാഗമായി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ MH-60R ഹെലികോപ്റ്ററുകൾ നൽകുന്ന ഒരു ആകാശത്തൂടെ ഒരു രാഷ്ട്രപതിക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പറക്കലുണ്ടാകും. അതിനുശേഷം മറ്റ് പ്രത്യേകിച്ച് ഈ നാവികസേന കപ്പലുകൾ അത് നിരനിരയായി രാഷ്ട്രപതിക്ക് ഗൺ സല്യൂട്ട് നൽകുന്ന സാഹചര്യമുണ്ടാകും. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട HAL തന്നെ നിർമ്മിച്ചിട്ടുള്ള ചേതക് ഹെലികോപ്റ്ററുകളുടെ ഒരു ഫ്ലൈറ്റ് പാസ്റ്റ് ഉണ്ടാകും. ആ ഫ്ലൈറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയും ഒപ്പം തന്നെ നേവൽ എൻസൈൻ നാവികസേനാ പതാകയും ഇത്തരത്തിൽ കാണിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പറന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് ഏരിയൽ ആകാശത്ത് നിന്ന് എങ്ങനെയാണ് ഈ ബോംബിംഗ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രകടനം ഹോക്ക് ജെറ്റുകളുടേതായി നടത്തും. ഹോക്ക് ജെറ്റുകൾ അത്തരത്തിൽ ഒരു ബോംബിംഗ് പ്രകടനം നടത്തും എന്നുള്ളതാണ് നേവി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇത് സംബന്ധിച്ച് പരിശീലനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്ലെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ബോംബിങ്ങുകളുടെയൊക്കെ മാതൃകകളാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ സമാനമായ രീതിയിൽ മാതൃകകൾ തന്നെയായിരിക്കും ഈ ദിവസവും പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരം പ്രകടനം തന്നെയായിരിക്കും നടത്തുക. പിന്നീട് ഈ ചരക്ക് കപ്പലുകളിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ചില സമയത്ത് ചരക്ക് കപ്പലുകളിൽ ചില സമയത്തൊക്കെ ഈ ഹൈജാക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അതിൽ VBSS പ്രത്യേകിച്ച് ചെറിയ ഡിങ്കി ബോട്ടുകൾ എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിലൊക്കെ പറയാറുള്ള ചെറിയ ഇൻഫ്ലൈറ്റ് ചെയ്തിട്ടുള്ള ബോട്ടുകളിൽ പെട്ടെന്ന് അതിവേഗം പാഞ്ഞെത്തുകയും അവിടെ വെച്ച് അതിൽ നിന്ന് കുടുങ്ങിയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബന്ദികളാക്കപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നത് തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും. ആ പ്രകടനവും ഉണ്ടാകും. അതിനുശേഷം അത് MV ട്രെയിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ചരക്ക് കപ്പലിൽ ആണ് ഇത്തരത്തിലുള്ള പ്രകടനം ഉണ്ടാകുന്നത്. പിന്നീട് മറ്റ് ഈ ഹെലികോപ്റ്ററുകളിൽ നിന്ന് എങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ബന്ദിയാക്കപ്പെട്ടിട്ടുള്ള കപ്പലുകളിലേക്ക് സൈനികർ, നാവികർ ഇറങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രദർശിപ്പിക്കപ്പെടും. പിന്നീട് ഒരു മിസൈൽ ലോഞ്ച് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സിമുലേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 1971 ഡിസംബർ 4 ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഭാഗമായി കറാച്ചിയിൽ അറ്റാക്ക് നടത്തിയിട്ടുള്ള വിദ്യുത് ക്ലാസ്സിൽപ്പെടുന്ന മിസൈൽ ബോട്ടുകളുണ്ട്. ആ മിസൈൽ ബോട്ടുകളുടെ അതേ ക്ലാസ്സിൽപ്പെടുന്ന ഇപ്പോഴത്തെ വിദ്യുത് ക്ലാസ്സിൽപ്പെടുന്ന മിസൈൽ ബോട്ടുകളായിരിക്കും ആ മിസൈൽ ലോഞ്ചിന്റെ ഒരു ഡെമോ അത് നമുക്കായി കാണിച്ചു തരിക. പിന്നീട് ഈ സബ്മറൈൻ, അതായത് കഴിഞ്ഞ ദിവസം INS ശിശുമാർ എന്ന് പറയുന്ന സബ്മറൈൻ ഇവിടെ ഈ ശംഖുമുഖം തീരത്തോടുകൂടി ഇതിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി ഒരു സെയിലിംഗ് പാസ്റ്റ് നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഇന്നും രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ INS ശിശുമാർ സെയിൽ പാസ്റ്റ് നടത്തുമെന്നുള്ളതാണ്. അതോടൊപ്പം തുടർന്നാണ് ഈ ആകാശത്ത് നിന്ന് എങ്ങനെയാണ്, പ്രത്യേകിച്ച് വളരെ ഉയരത്തിൽ 10,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കമാൻഡോസ്, മറൈൻ കമാൻഡോസ് ഈ പറയുന്ന രീതിയിൽ പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പാരാജമ്പിംഗ് നടത്തിക്കൊണ്ട്
പ്രത്യേകിച്ച് ശത്രുക്കളുടെ മേഖലയിലാണെങ്കിലും ശരി, മറ്റ് കപ്പലുകളിലാണെങ്കിലും ശരി, ഇനി മറ്റ് ശത്രു തീരങ്ങളിലാണെങ്കിലും ശരി, റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കാണെങ്കിലും ശരി, ലോഞ്ച് എങ്ങനെ ജമ്പ് ചെയ്യുന്നു എന്നുള്ളതും അതെങ്ങനെ ആ പാരച്യൂട്ടിനെ വീശിയടിക്കുന്ന കാറ്റിൽ സമയത്ത് സ്വന്തം ശരീരം കൊണ്ടും കൃത്യമായ പരിശീലനം കൊണ്ടും അത് എങ്ങനെ പാരച്യൂട്ട് കൃത്യസ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു എന്നതിൻ്റെ ഒരു പ്രകടനം മാർക്കോസ് മറൈൻ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന മറൈൻ കമാൻഡോസ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ പാരാ കമാൻഡോസിനെ കുറിച്ച് പറയാറുണ്ട്, ഗരുഡ് കമാൻഡോസിനെ കുറിച്ച് പറയാറുണ്ട്, NSCയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, അല്ലെങ്കിൽ അധികം ആളുകൾ പറയാത്തൊരു പേരാണ് മാർക്കോസ് എന്നത്. ഒരു പക്ഷേ പാരാ കമാൻഡോസ് നടത്തുന്നതിനേക്കാളും കൂടുതൽ ഓപ്പറേഷനുകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി നടത്തിയിട്ടുള്ള ഒരു കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കടൽ കൊള്ളക്കാർക്കെതിരെയും മറ്റുമൊക്കെ നിരന്തരമായ ഓപ്പറേഷൻസ് ഇന്ത്യൻ സമുദ്ര പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ള ഒരു കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് എന്നത്. അവരുടെ വിവിധ ഓപ്പറേഷനുകളുടെ ടാക്ടിക്സ്, എങ്ങനെയാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്, എങ്ങനെയാണ് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രകടനം ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് തീരങ്ങളിലേക്ക്, അതുപോലെ സ്ഫോടനം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ചില സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിലേക്ക്, മറ്റ് എണ്ണ പരിവേഷണമായിട്ടുള്ള ഓയിൽ റിഗ്സ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെ കടന്നു കയറണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില ഡെമോ, അതിൻ്റെയൊക്കെ ഒരു ഈ പ്രകടനം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഓപ്പറേഷൻസിൻ്റെ അത്രയും ഇൻറ്റൻസിറ്റിയോടെ അല്ലെങ്കിൽ അത്രയും യാഥാർത്ഥ്യത്തോടെ അല്ല അത് ചെയ്യുന്നത്, നമ്മളെ കാണിച്ചു തരുന്നതാണ്, ഒരു ഡെമോയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നിലനിർത്തി, അല്ലെങ്കിൽ അതിൻ്റേതായ ചില കുറവുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ, ഒരു വശത്ത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ INS കൊൽക്കത്തയുടെ അങ്ങ് ദൂരെയായി അനിൽ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതാ രാജ്യത്തിൻ്റെ അഭിമാനം INS വിക്രാന്ത് അങ്ങ് ദൂരെ. നമ്മുടെ ക്യാമറയ്ക്ക് അവിടം വരെ സൂം ചെയ്ത് എത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അനിൽ, പക്ഷേ ആവേശത്തോടെയാണ് ഞാനിവിടെ നിന്ന് കാണുന്നത്. INS വിക്രാന്തിനെ MV ഓറിയൻ എന്ന് പറയുന്ന ചരക്ക് കപ്പലിൻ്റെ അല്ലെങ്കിൽ ആ ചെറിയ ടഗ് ബോട്ടിൻ്റെ പിന്നിലായി INS വിക്രാന്തിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങ് ദൂരെ അതാ രാജ്യത്തിൻ്റെ അഭിമാനം, തദ്ദേശീയമായി ഭാരതം നിർമ്മിച്ച INS വിക്രാന്ത് അത് ശംഖുമുഖം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഭൂരിഭാഗം പാർട്ടുകളും നമ്മുടെ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ അഭിമാനമായ, രാജ്യത്തിൻ്റെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് തദ്ദേശീയതയുടെ നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ ഈ നാവികസേനാ ദിനത്തിൻ്റെയും പ്രഥമമായിട്ടുള്ള സന്ദേശം ആത്മനിർഭരതയാണ്. ആ ആത്മനിർഭരതയ്ക്ക് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മനിർഭരത ഭാരതത്തിൻ്റെ പ്രതിരോധ ശക്തി എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന INS വിക്രാന്ത്. അതാ ആ ദൂരെ INS വിക്രാന്ത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള സൈന്യത്തിൻ്റെ ശക്തി പ്രകടനത്തിനാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം സാക്ഷി ആകുന്നത്. ആരാധ്യയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാവികസേനയുടെ ആദരം ഏറ്റുവാങ്ങിയ ശേഷം ഇപ്പോൾ ശംഖുമുഖത്തെ വേദിയിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യം, സൈന്യത്തിൻ്റെ അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ ശംഖുമുഖത്ത് ജനങ്ങൾ ഒഴുകി എത്തുകയാണ്. പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ഐസൺ, ഈ സൈന്യത്തിൻ്റെ ആത്മനിർഭരത, യുദ്ധസന്നാഹങ്ങൾ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന പ്രകടനം തന്നെയല്ലേ കാണാൻ പോകുന്നത്? തീർച്ചയായും നമ്പ്യാർ, ഇപ്പോൾ നമുക്ക് അനിൽ നമ്പ്യാർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ സൈന്യത്തിൻ്റെ ആത്മനിർഭരത, അല്ലെങ്കിൽ സൈന്യം സ്വമേധയാ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പ്രാപ്തമായിരിക്കുന്നത് തങ്ങളുടേതായ സ്വന്തമായ രീതിയിൽ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളും ഒരുക്കാനുള്ള ശേഷി കൈവരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചോതുന്നൊരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഏറ്റവും മഹത്തായ ഉദാഹരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന INS വിക്രാന്ത് തന്നെയാണ്. INS വിക്രാന്ത് പൂർണ്ണമായും ഭാരതത്തിൽ നിർമ്മിച്ച INS വിക്രാന്ത്,
അത് ഭാരതത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലും അതുപോലെ തന്നെ അനുബന്ധമായ ഷിപ്പ്യാർഡുകളിലും നിർമ്മിച്ച INS വിക്രാന്താണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ INS വിക്രാന്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിമാനവാഹിനി കപ്പലാണ് എന്നതാണ്. വിമാനവാഹിനി കപ്പലാണ്. അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു മുന്നിൽ കാണുന്ന സ്കൈ ജമ്പ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വിമാനങ്ങൾ പറന്നുയരാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർണമായ ഒരു യുദ്ധ രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഈ കപ്പലുകളുടെ പോക്കും വരവും അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ അതിസങ്കീർണമായ രീതികളെല്ലാം തന്നെ സാധാരണക്കാർക്ക് പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ശംഖുമുഖത്ത് നാവികസേന പ്രകടനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നാവികസേന ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രകടനങ്ങൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഈ INS അല്ലെങ്കിൽ വലിയ യുദ്ധക്കപ്പലുകൾ വരുമ്പോൾ ആ യുദ്ധക്കപ്പലുകൾ എങ്ങനെയാണ് തീരത്തോടെടുക്കുന്നത്, അല്ലെങ്കിൽ ആ യുദ്ധക്കപ്പലുകൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നെല്ലാം തന്നെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, യുദ്ധക്കപ്പലുകൾ തീരത്തോടെടുക്കുമ്പോൾ അതിനെ കൃത്യമായി നാവിഗേറ്റ് ചെയ്യുന്നതിന് മുന്നിൽ ഒരു ചെറിയ റിജിഡ് ഇൻഫ്ലേറ്റബിൾ ബോട്ട് എന്നാണ് സാധാരണഗതിയിൽ പറയുക. അതായത് വായു നിറച്ചോടുന്ന ചെറിയ ഈ റബ്ബർ ഡിങ്കി പോലുള്ള അതിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോട്ടായിരിക്കും. അതാണ് റിജിഡ് ഇൻഫ്ലേറ്റബിൾ ബോട്ട് എന്ന് പറയുന്നത്. RIB എന്നായിരിക്കും പറയുക. ഈ റിജിഡ് ഇൻഫ്ലേറ്റബിൾ ബോട്ടുകൾ ഉപയോഗിച്ച് വഴികാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ കപ്പലുകളെ തീരത്തോടടുപ്പിക്കുകയും അത്